മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഓൾ ദ കോഴ്സ് മെറ്റീരിയൽ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ കണ്ടീഷൻ ചെയ്യാൻ പഠിക്കണം. ബിക്കോസ് ആർ മൈൻഡ് സെറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസസ് ലൈക്ക് ദീസ്. പിന്നെ വാട്ട് ഐ വുഡ് ലൈക്ക് ടു സേ ഇസ് കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനി ഫോം ഓഫ് നാച്ചുറൽ ടാലൻറ്റ് ദറ്റ് യു ഹാവ്. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഇസ് എ ഗെയിം ഓഫ് ഡിസിപ്ലിൻ, പെർസിസ്റ്റൻസ് ആൻഡ് കൺസിസ്റ്റൻസി. അപ്പോൾ കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾ കൂടുതൽ ടാലൻറ്റഡ് ആളിനേക്കാൾ എപ്പോഴും ബെറ്റർ റിസൾട്ട് വാങ്ങും. പിയർ ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന പ്രഷർ, അവരുടെ അടുത്ത് എനിക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു ഫ്ലോ കിട്ടി. അതൊരു ജേർണി പോലെയാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ജയറാം. ഞാൻ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ് സൈലത്തിൽ. ഇപ്പോൾ നിങ്ങളോട് ഇവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത് അനിരുദ്ധ അഭിനവ്. നമ്മുടെ സ്റ്റുഡൻസാണ്, 2 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് ഇവരൊക്കെ. അത്രയ്ക്ക് അടുത്ത ബന്ധമാണ് ഇവരോട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ഇവരുടെ അടുത്ത് പറയാൻ, അനിരുദ്ധ് എന്താണ് അനിരുദ്ധിനൊരു IIT JEE സ്റ്റാർട്ട് അല്ലെങ്കിൽ പ്രിപ്പറേഷൻസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്ത് പറയാനുള്ളത്? ഹായ് എവരി വൺ, മൈ നെയിം ഇസ് അനിരുദ്ധ്. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് ഒരു JEE പ്രിപ്പറേഷൻ്റെ ആ ജേർണി സ്റ്റാർട്ട് ചെയ്യാനുള്ള കുറച്ച് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ ഇനിഷ്യലി വലിയ ടു ബി ഓണസ്റ്റ് സീരിയസ് ഒന്നും ആയിരുന്നില്ല. പിന്നെ ലാസ്റ്റിലേക്കാണ് ആ എക്സാമിൻ്റെ മാഗ്നിറ്റ്യൂഡും ആ ഒരു സീരിയസ്നെസ്സും മനസ്സിലായപ്പോഴാണ് ഞാൻ കുറച്ച് ഡെഡിക്കേറ്റഡ് ആയി വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. സോ മൈ അഡ്വൈസ് ടു യു ഗൈസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഓൾ ദ കോഴ്സ് മെറ്റീരിയൽ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ കണ്ടീഷൻ ചെയ്യാൻ പഠിക്കണം. ബിക്കോസ് ആർ മൈൻഡ് സെറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസസ് ലൈക്ക് ദീസ്. ഓൾമോസ്റ്റ് എവറി ഡേ യു വിൽ ബി ടെസ്റ്റഡ് ഓൺ ക്വസ്റ്റ്യൻസ് വിച്ച് മേക്ക് യു ഫീൽ ലൈക്ക് യു ഡോണ്ട് നോ എനിത്തിങ് ഇൻ ദി എക്സാം ഓർ യു ഡോണ്ട് നോ യുവർ കോൺസെപ്റ്റ്. പക്ഷേ നമ്മൾ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും പോസിറ്റീവ് മൈൻഡ് സെറ്റും വെച്ച് പോവുക. നമുക്ക് പറ്റാത്ത ക്വസ്റ്റ്യൻ ആണെന്തോ, നമുക്ക് പറ്റാത്ത കോൺസെപ്റ്റ് ആണെങ്കിലും ഐ ക്യാൻ ആൻഡ് ഐ വിൽ എന്നുള്ള ആ ഒരു വാശിയിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഉയരത്തിലെത്താൻ പറ്റും. പിന്നെ വാട്ട് ഐ വുഡ് ലൈക്ക് ടു സേ ഇസ് കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനി ഫോം ഓഫ് നാച്ചുറൽ ടാലൻറ്റ് ദറ്റ് യു ഹാവ്. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഇസ് എ ഗെയിം ഓഫ് ഡിസിപ്ലിൻ, പെർസിസ്റ്റൻസ് ആൻഡ് കൺസിസ്റ്റൻസി. അപ്പോൾ കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾ കൂടുതൽ ടാലൻറ്റഡ് ആളിനേക്കാൾ എപ്പോഴും ബെറ്റർ റിസൾട്ട് വാങ്ങും. ആൻഡ് ഇതൊക്കെ അതിൻ്റെ കൂടെ തന്നെ വെച്ചുകൊണ്ട് യു ഷുഡ് ഓൾസോ മെയിൻറ്റെയിൻ എ ഗുഡ് സോഷ്യൽ ലൈഫ്. എന്ന് വെച്ചാൽ നമ്മൾ ബാക്കി എല്ലാവരുടെ അടുത്തും കട്ട് ഓഫ് ആയി പോകാൻ പാടില്ല. ബിക്കോസ് വി അൾട്ടിമേറ്റ്ലി നീഡ് സം ഫോം ഓഫ് സോഷ്യൽ സ്കിൽസ് ഇൻ അവർ ലൈഫ് എസ് വെൽ. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കി, നമ്മുടെ ലൈക്ക് മൈൻഡഡ് ഫ്രണ്ട്സ് ഉണ്ടാക്കി, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് നമ്മളെ പുഷ് ചെയ്യുന്ന ഫ്രണ്ട്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലാസ്സിലിരിക്കാൻ പോയി അഭിനവ്, പിന്നെ ഗായത്രി, മാനസി, അദ്വൈത്, ദേവ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരാണ് ഇത്. ഇവരൊക്കെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് മടി വരുമ്പോൾ ഇല്ല ഇരുന്ന് പഠിക്കുമെന്ന് പറയാൻ പറ്റുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉള്ള കാരണം തന്നെയാണ് ഞാൻ ഇവിടം വരെ ഈ ഒരു ലെവലിലെത്തിയത്. സോ അത്ര ആലോചിച്ചാൽ മതി. ജസ്റ്റ് ഹാവ് എ ഗുഡ് പിയർ ഗ്രൂപ്പ്, keep working, stay disciplined and take it easy because it is just an exam. It is just meant to teach you some experiences in life. എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. താങ്ക് യു. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം അനിരുദ്ധ് പറയുന്ന ഡിസിപ്ലിൻ, ഡിറ്റർമിനേഷൻ, ഇതൊക്കെ കേൾക്കുമ്പം നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ എങ്ങനെ എനിക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളും. നിങ്ങൾക്ക് ആ എൻവയോൺമെൻറ്റിൽ ഇതെല്ലാം സെറ്റാവും. അപ്പം നിങ്ങൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യണം. പിന്നെ എൻ്റെ കൂടെ ഇവിടെ വെങ്കട്ട് സാറുണ്ട്. സാറ് കൂടുതൽ കാര്യങ്ങൾ. Hi, this is Venkat Reddy. I'm a maths teacher now. So last 2 years I taught the maths. So Abhinav is there now, Anirudh is there now here now. So both of them got advances qualified. Now they are going to take the top IITs. They are going to join right now. So we'll ask Abhinav, he'll share his experience. Okay. Now just now told me sir hard work and consistency. So let's see. We'll discuss with Abhinav and we'll find out. ഹലോ എവരി വൺ, എൻ്റെ പേര് അഭിനവ് പ്രസാദ്. ഞാനിപ്പോൾ IIT കയറാൻ പോവാ. ഇപ്പോൾ ഞാൻ ഇത് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത് 10th കഴിഞ്ഞിട്ടാണ്. അപ്പോൾ തന്നെ ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതി ജോയിൻ ചെയ്തു. ആ സമയത്തൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പോകാൻ പിയർ ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന പ്രഷർ, അവരുടെ അടുത്ത് എനിക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു ഫ്ലോ കിട്ടി. അതൊരു ജേർണി പോലെയാണ്. അപ്പോൾ അതിൽ നമ്മൾ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം കീപപ്പ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് നമ്മുടെ ഗോളിലോട്ട് എത്തിച്ചേരാൻ പറ്റും. ആ ഗോൾ എന്തായാലും. പിന്നെന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ IIT കിട്ടാൻ എളുപ്പമല്ല, പക്ഷെ അത്ര പാടുമല്ല. നമ്മുടെ ടീച്ചേഴ്സ് പറയുന്നത് ഫോളോ ചെയ്യുക. പിന്നെ അതിൻ്റെ ഇത് പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക. എപ്പോഴും ഒരു ഗുഡ് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക. പാരൻസിൻ്റെ അടുത്ത് ടച്ച് വിടരുത്. അവരെപ്പോഴും നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് തരും.
അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. So I'll just say it now. Just Abhinav, you tell me like no, how many years is required to prepare for JEE Advance? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, എന്നാലും 11th തുടങ്ങണ തന്നെ ആണ് എനിക്ക് തോന്നിയിട്ട് അത് സഫീഷ്യൻ്റ് ആണ്. പക്ഷേ നമുക്കൊരു അബവ് 100 അങ്ങനെയൊക്കെ ഒരു വലിയൊരു ടാർഗറ്റ് ആണുണ്ടെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് 80 അതോ. Abhinav is saying actually if you start foundation at early stage, maybe from 9th or 10th, so it will help a lot for the JEE Advance preparation. That's what I'm trying to say actually now. സോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇവരുടെ എക്സ്പീരിയൻസ് ഒരുപാട് ഷെയർ ചെയ്യാൻ സമയം കിട്ടിയില്ല, പക്ഷേ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, കിട്ടുമോ ഇല്ല എന്നുള്ളതല്ല, അതൊരു ടെസ്റ്റിംഗ് ആണ്.